പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ഇംപ്രൂവ്മെന്റ് ക്ലാസിന്റെ അടുത്ത ടോപ്പിക്കാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ചാപ്റ്ററിൽ നിന്നും ഒരു 5 മാർക്കിന്റെ ചോദ്യം അല്ലെങ്കിൽ ഒരു 6 മാർക്കിന്റെ ചോദ്യം ഉറപ്പായിട്ടും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇവിടെ സാധാരണ നമുക്ക് ചോദിക്കുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, അത് പോളിനോമിയലിനെയും ട്രിഗണോമെട്രിയെയും. അപ്പം ഡിഫറൻസിയേഷൻ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അതിന്റെ പ്രൊസീജിയർ പറയാം. നമുക്ക് dy/dx എന്ന് പറയുന്നത് dy/dx കണ്ടുപിടിക്കാനുള്ള മാർഗം ലിമിറ്റ് h ടെൻഡ്സ് ടു 0 f of x plus h minus f of x whole divided by h. ഇതാണ് ഡിഫറൻസിയേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്കൊരു ഫംഗ്ഷനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഡിഫറൻഷിയേറ്റ് y is equal to x square using first principle. ഇതായിരിക്കും ചോദ്യം, ഇങ്ങനെയായിരിക്കും ചോദിക്കുക, യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതുന്നു, ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore which is equal to limit h tends to 0 f of x plus h എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന y ഫംഗ്ഷനിലെ x ന്റെ സ്ഥാനത്ത് നമ്മൾ x plus h എന്ന് കൊടുക്കണം. അപ്പൊ ഇവിടെ കൊടുക്കുമ്പോൾ x plus h ഉണ്ട്, the whole square, x plus h the whole square minus f of x എന്ന് പറയുന്നതാണ് x square, that is y എന്ന് പറയുന്നത് തന്നെയാണ് f of x whole divided by h. ഇതിനി a plus b the whole square വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. that is limit h tends to 0 a square plus 2ab that is 2xh plus b square that is h square then minus x square whole divided by h. അപ്പോൾ x square minus x square 0 ആയി പോകും. then മിച്ചം വന്ന ടേംസിൽ നിന്ന് നമുക്ക് h നെ കോമൺ എടുക്കാം. അപ്പോൾ ലിമിറ്റ് h ടെൻഡ്സ് ടു 0, h നെ കോമൺ എടുക്കുമ്പോൾ ഇവിടെ പിന്നെ 2x മാത്രമേ ഉള്ളൂ, ഇവിടെ h വരും. then which is divided by h. അപ്പോൾ h ക്യാൻസൽ ആയി, മിച്ചം വന്ന h നെ നമ്മൾ 0 എന്ന് നമ്മൾ കൊടുക്കണം. അപ്പോൾ ആൻസർ 2x plus 0 that is 2x is the answer. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് x square is 2x by using ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതാണ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമതൊരു ചോദ്യമാണ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f of x is equal to sin x by using ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, sin a minus sin b. എന്താണ് sin a minus sin b? that is 2 cos a plus b by 2 into sin a minus b by 2. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. sin a മൈനസ് sin b എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ മുമ്പേ തുടങ്ങിയ പോലെ എഴുതാം, dy/dx is equal to limit h tends to 0 f of x plus h minus f of x whole divided by h, that is equal to limit h tends to 0 sin x plus h. അല്ലേ, x ന്റെ സ്ഥാനത്ത് x plus h കൊടുക്കണം. then sin x whole divided by h. ഇവിടെ നമ്മൾ ഇതിനെ കംപ്ലീറ്റ് എയും x നെ നമ്മൾ b ആയിട്ടും എടുക്കണം. അപ്പോൾ which is equal to limit h tends to 0 2 cos x plus h plus x divided by 2 a plus b by 2 into sin a minus b by 2, that is sin x plus h minus x whole divided by 2 then whole divided by the term h. അപ്പോൾ ഇവിടെ x ഉം minus x ഉം ക്യാൻസൽ ആയി പോകും. therefore which is equal to limit h tends to 0 2 cos x ഉം x ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2x വരും, 2x plus h by 2 into sin h by 2 which is divided by h. then അടുത്ത ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, നീ ലിമിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ഈ h നെ ഇതിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് മാത്രം എഴുതുന്നു. therefore which is limit h tends to 0 2 cos 2x plus h by 2 into sin h by 2 divided by h. അതിനുശേഷം ചെയ്യുന്നത്
ഈ 2നെ ഞാൻ ഇതിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാൻ പോവുകയാണ്. കാരണം ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2 അങ്ങ് ന്യൂമറേറ്റർ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്റ്റെപ്പ് 2 ഇവിടെ എഴുതുന്നില്ല. ഈ 2നെ എച്ചിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി കൊടുക്കും. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റിനകത്തൊരു റിസൾട്ട് ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ആണെങ്കിൽ ആൻസർ 1 ആണ്. അപ്പോൾ ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലിമിറ്റ്, ഈ ഫുൾ ലിമിറ്റ് 1 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എച്ചിന് നമുക്ക് 0 ആയി കൊടുക്കാം. അപ്പോൾ ഇനി ലിമിറ്റ് എഴുതണ്ട. ദാറ്റ് ഈസ് കോസ് 2x plus 0 divided by 2 into 1 എന്ന് വരും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് dy by dx is equal to cos 2x divided by 2. 2 cancel ആവും. അപ്പോൾ ആൻസർ വരും y is equal to f of അല്ലെങ്കിൽ f of x is equal to sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുള്ള sin x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ചോദ്യമാണ് f of x is equal to cos x by using first principle. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഐഡന്റിറ്റി cos a minus cos b, that is minus 2 sin a plus b by 2 into sin a minus b by 2. ആ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ തുടങ്ങാം. Therefore which is equal to limit h tends to 0 cos x plus h minus cos x whole divided by h, that is equal to limit h tends to 0. ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നു minus 2 sin x plus x divided by 2 into sin x plus h minus x whole divided by 2, then which is divided by h. x minus x cancel ആയി പോകും. then ഈ മൈനസ് ഓക്കെ അവിടെ കിടന്നോട്ടെ. ലിമിറ്റ് h tends to 0 minus 2 sin 2x plus h divided by 2 into sin h divided by 2 whole divided by h. ഞാൻ ഈ h ഇങ്ങോട്ട് കൊടുത്തിട്ട് ഈ 2നെ അടുത്ത സ്റ്റെപ്പിന്റെ റെസിപ്രോക്കൽ ആയിട്ട് ഇങ്ങോട്ട് എഴുതും. that is limit h tends to 0 minus sin 2x plus h divided by 2 into sin h divided by 2 divided by h by 2. ഈ 2 ആണ് ഞാൻ ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ലിമിറ്റ് എടുക്കുമ്പോൾ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കണ്ടു 1 ആണ്. ഇവിടെ നമുക്ക് 0 ആയി വരും. അപ്പോൾ ആൻസർ minus sin 2x plus 0 divided by 2 into 1, that is dy by dx is equal to minus sin 2x by 2. 2 cancel ആയി പോകുമ്പോൾ ആൻസർ minus sin x എന്ന് ഉത്തരം വരും. അപ്പോൾ cos x ന്റെ ഡെറിവേറ്റീവ് minus sin x എന്ന് വരും. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യമാണ് f of x is equal to tan x by using first principle. അപ്പോൾ അവിടെ നമ്മൾ തുടങ്ങുന്ന ഇക്വേഷൻ ഇതാണ്. നമുക്ക് വാല്യൂ കൊടുക്കാം. ലിമിറ്റ് h tends to 0 tan of x plus h minus tan x whole divided by h. ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ ടാനിന്റെ കോഷ്യന്റ് റിലേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് എന്ന് ആകും ടാൻ എക്സ് പ്ലസ് എച്ച് മൈനസ്. അങ്ങനെയാണെങ്കിൽ ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്നാകും. ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. ഇത് നമ്മൾ പരസ്പരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു അല്ലെ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് whole divided by the denominator is cos x plus h into cos x എന്ന് വരും into ഈ h എന്ന് നമ്മൾ കൊടുക്കുക. ഈ h യുടെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഐഡന്റിറ്റിയാണ് നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിക്കുന്ന sin a cos b മൈനസ് cos a sin b എന്ന് പറയുന്ന ആൻസർ sin a minus b എന്നാണ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ therefore which is equal to limit h tends to 0 sin a minus b എന്ന് പറഞ്ഞാൽ x plus h minus x എന്ന് വരും ഡിവൈഡഡ് ബൈ ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ cos x plus h into cos x into h. അപ്പോൾ ഇവിടെ x x ക്യാൻസൽ ആയി പോകും. therefore which is equal to sin h ആണ് വന്നത്. that is limit h tends to 0 sin h
ദെൻ അതിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് ഞാൻ ഈ എച്ചിനെ അങ്ങോട്ട് എഴുതും. കാരണം നമ്മൾ പഠിച്ച ഐഡന്റിറ്റി കിട്ടാനായിട്ട്. മിച്ചം വന്നത് ഡിനോമിനേറ്ററിലാണ്. അപ്പൊ നമ്മൾ 1 ഇട്ടുകൊണ്ട് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്ന് കൊടുക്കും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് 1 ആയിട്ട് മാറും. ദെൻ അടുത്തത് 1/h 0 ആയിട്ട് മാറും. അപ്പോൾ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് 1/cos സ്ക്വയർ എക്സ് എന്ന് വരും. ട്രിഗണോമെട്രി നമുക്കറിയാം 1/cos സീക്ക് ആണ്. അപ്പോൾ 1/cos സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് വരും. അപ്പോൾ tan എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് എന്ന് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതുപോലെ തന്നെയാണ് കോട്ടെക്സിന്റെ ചെയ്യുന്നത്. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, നിങ്ങൾ തനിയെ ചെയ്യുക. കോട്ടെക്സിന്റെ cos x by sin x, ഇവിടെ cos x plus h by sin x plus h എന്ന് വരും. cos x by sin x വരും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആൻസർ കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് cosec സ്ക്വയർ x എന്ന് വരും. അതായത് ഒരു മൈനസ് വരും. 1/sin സ്ക്വയർ x എന്ന് വരും. അപ്പോൾ മൈനസ് cosec സ്ക്വയർ x എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. tan x എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ഒരു ചോദ്യമാണ് f of x is equal to root x എന്ന് പറയുന്ന ചോദ്യം. ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുന്നു. then limit h tends to 0 root of x plus h minus root x whole divided by h. ഇനി നമ്മൾ ചെയ്യുന്നത് ലിമിറ്റ് h tends to 0 അത് റാഷണലൈസ് ചെയ്യും. അതായത് ഈ ഇടയ്ക്കത്തെ ചിഹ്നം മാറ്റി കിട്ടുന്ന ടേം കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം ഇത് അതുപോലെ ഇറക്കി എഴുതുന്നു. റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് റൂട്ട് എക്സ് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു ഡിവൈഡ് ബൈ എച്ച്. ദെൻ ഇൻറ്റു ഇട്ട് കൊടുക്കുന്നു. ഇതിന്റെ സൈൻ മാറ്റി എടുക്കുമ്പോൾ റൂട്ട് എക്സ് പ്ലസ് എച്ച് ഇത് പ്ലസ് റൂട്ട് എക്സ് എന്ന് മുകളിലും ഇതുപോലെ തന്നെ ഈ ടൈം താഴെയും എഴുതാം. റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് എന്ന് പറയുന്ന ടൈം താഴോട്ട് എഴുതുക. അപ്പോൾ ഇത് മുകളിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഐഡന്റിറ്റി വരും. എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ചിന്റെ സ്ക്വയർ മൈനസ് റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്ന് വരും ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് എന്ന് നമുക്ക് കിട്ടും. ഇവിടെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് അങ്ങ് മാറും. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ എക്സും മൈനസ് എക്സും ക്യാൻസൽ ആയി പോകും. therefore which is equal to limit h tends to 0 h divided by h into root of x plus h minus root x എന്ന് വരും. ഇവിടെ h ക്യാൻസൽ ആയി പോയിട്ട് h ന് നമ്മൾ 0 കൊടുക്കുമ്പോൾ 1/√x plus √x എന്ന് വരും. that is 1/2√x എന്ന് നമുക്ക് ഉത്തരമാകും. അപ്പോൾ √x-ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/2√x ആണ്. അടുത്ത രണ്ട് റൂൾ ഉണ്ട്. പ്രോഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ ആൻഡ് കോഷ്യന്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ. അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് റൂൾ പറയാം. പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. രണ്ട് ഫംഗ്ഷൻ d/dx ഓഫ് uv ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് u ഇൻറ്റു dv/dx പ്ലസ് v ഇൻറ്റു du/dx. ഇതാണ് പ്രോഡക്റ്റ് റൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. Then അടുത്തത് കോഷ്യന്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ that is d/dx of u/v is equal to v into du/dx minus u into dv/dx whole divided by v square. ഇതാണ് കോഷ്യന്റ് റൂൾ. that is denominator into derivative of numerator minus numerator into derivative of denominator by denominator square. Okay, ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. Question number 1, y is equal to ex square into e raised to x എന്നിരിക്കട്ടെ. ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ dy/dx is equal to ഈ പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് ഇൻറ്റു d/dx ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു d/dx ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. പ്രോഡക്റ്റ് റൂളിന്റെ ഡെഫിനിഷൻ ആണ്. ഇനി നമുക്ക് റിസൾട്ട് എഴുതാം. which is equal to x square into e raised to x ന്റെ ഡെറിവേറ്റീവ് അത് തന്നെയാണ്, e raised to x തന്നെയാണ്, മൈനസ് പ്ലസ് e raised to x into x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ ഉത്തരമായി കഴിഞ്ഞു. ഇപ്പോൾ ഇതാണ് ഇതിന്റെ പ്രോഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയാം. ഓക്കെ, വേറൊരു ചോദ്യം ചെയ്ത് കാണിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2, y is equal to e raised to x into sin x എന്നിരിക്കട്ടെ. ഇതും പ്രോഡക്റ്റ് ആണ്.
അപ്പോൾ dy by dx is equal to first into derivative of second plus second into derivative of first. ഇനി നമ്മളത് സിംപ്ലിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് e raised to x into sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണ്. ദെൻ പ്ലസ് sin x അതുപോലെ ഇറക്കി എഴുതി e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x ആണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ റൂൾ ഓൺ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 y is equal to x square by sin x എന്നിരിക്കട്ടെ. x square divided by sin x ആണ്. അപ്പോൾ റൂൾ എഴുതുന്നു dy by dx is equal to sin x into denominator into d by dx of numerator minus numerator into d by dx of denominator നമ്മൾ എഴുതി കഴിഞ്ഞു. then whole divided by sin x the whole square. പലപ്പോഴും ഈ whole divided by എഴുതാൻ മറന്നു പോകരുത്. then ഇനിയും റിസൾട്ട് എഴുതുന്നു sin x into derivative of x square is 2x minus x square into derivative of sin x is cos x whole divided by sin square x. ഇത്ര മാത്രമേ ഉള്ളൂ quotient rule of differentiation എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ പറയപ്പെട്ട ചോദ്യങ്ങൾ ഫസ്റ്റ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ഇതും നന്നായിട്ട് ചെയ്തു പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി കുറച്ച് ലിമിറ്റ്സിനകത്ത് ഇക്വേഷൻസ് ഉണ്ട്. ഒരു പക്ഷെങ്കിൽ അത് മാത്സ് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. അതുകൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് ഇതാണ്. ഒന്ന് ലിമിറ്റ് x ടെൻസ് ടു 0 sin x ഹോൾ ഡിവൈഡ് ബൈ x is equal to 1, ലിമിറ്റ് x ടെൻസ് ടു 0 e raised to x minus 1 by x is equal to 0. ഇപ്പോൾ ഇവിടെ രണ്ടിടത്ത് ലിമിറ്റ് 0യിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ വരുന്ന ആംഗിൾ തന്നെ ആയിരിക്കും താഴെ ഡിനോമിനേറ്ററിലും വരേണ്ടത്. അതുപോലെ ഇവിടെ പവറിൽ വരുന്ന x ഇവിടെ എന്താണോ വരുന്നത് അത് തന്നെ ആയിരിക്കണം ഡിനോമിനേറ്ററിൽ വരേണ്ടത്. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അങ്ങനെ വന്നാൽ എൻ്റെ ആൻസർ എപ്പോഴും 1 ആണ്. അതുപോലെ ലിമിറ്റ് x ടെൻസ് ടു 0 log 1 plus x by x, ഇവിടെ x ആണെങ്കിൽ ഇവിടെ x തന്നെ ആയിരിക്കണം. ഇത് അങ്ങനെയാണെങ്കിൽ ആൻസർ 1 വരും. ഇവിടെ ഇത് സ്പെഷ്യൽ ലിമിറ്റ് ആണ്. ലിമിറ്റ് x ടെൻസ് ടു a x raised to n minus a raised to n by x minus a is equal to n into a raised to n minus 1. ഓക്കെ, ഇതിന്റെ പ്രോബ്ലം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇങ്ങനെ ആയിരിക്കും. ലിമിറ്റ് x ടെൻസ് ടു 0 sin 2x ഡിവൈഡഡ് ബൈ sin 3x ന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യപ്പെടാം. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലിമിറ്റ് x ടെൻസ് ടു 0 sin 2x അതിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് 2x വരണം. പക്ഷെ ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തു. കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു 2x കൊടുക്കുക. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ sin 3x ആണ്. അവിടെയും കൊടുക്കുന്നു by 3x. കോമ്പൻസേറ്റ് ചെയ്യാൻ into 3x. അപ്പോൾ x ക്യാൻസൽ ആയി പോകും. ഈ ലിമിറ്റിന്റെ ആൻസർ 1 വരും. അപ്പോൾ 1 into 2. അതുപോലെ ഇവിടെ 1 വരും. ദാറ്റ് ഈസ് 1 into 3. ആൻസർ ഈസ് 2/3. അപ്പോൾ ഈ രീതിയിലാണ് ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അഡീഷണൽ ആയിട്ട് ഇവിടെ എന്താണോ വരേണ്ടത് അത് ഡിനോമിനേറ്ററിൽ കൊടുത്തുകൊണ്ട് കോമ്പൻസേഷൻ കൊടുക്കുക. അപ്പോൾ ആൻസർ ഒരു പാർട്ട് 1 വരും. ബാക്കി നമുക്ക് ക്യാൻസൽ ആയി കളഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. ഇതോടെ വേണം ചെയ്ത് കാണിക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0 e raised to 2x minus 1 by x. ഇത് ആൻസർ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ലിമിറ്റ് x ടെൻസ് ടു 0 e raised to 2x minus 1 by x ന് പകരം അവിടെ 2 കൂടുതലായിട്ട് വരണം. അപ്പോൾ കോമ്പൻസേഷൻ വേണ്ടി ഒരു 2 കൊടുക്കുക. അപ്പോൾ ഈ ലിമിറ്റ് 1 വരും. ദാറ്റ് ഈസ് 1 into 2. ആൻസർ ഈസ് 2 എന്ന് ഉത്തരം വരും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഇത്ര മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, പ്രോഡക്റ്റ് റൂള്, കോഷ്യന്റ് റൂള്, ലിമിറ്റ് ഇവാലുവേഷൻ്റെ ചില ഇക്വേഷൻസ്. അപ്പോൾ ഇത്രയും നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഫസ്റ്റ് പ്രിൻസിപ്പിൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അതിൽ നിന്ന് ഒരു ചോദ്യം 3 മാർക്കിൻ്റെ ചോദ്യം പക്ക ചോദിക്കുന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് മുഴുവൻ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വളരെ വേഗത്തിൽ കാണാം. പരീക്ഷ 23-ാം തീയതിയാണ്. നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. ഓക്കെ, താങ്ക് യു.